പല സെല്ലേഴ്സിനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാട് പേരാണ്. 20,000-30,000 മേലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു അനൂഖി. എന്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റാൻഡം മീഷോ ഹോൾ ആണ്. അതായത് നമുക്ക് ഹോം ഡെക്കോർ, അതുപോലെ തന്നെ ഓർഗനൈസിങ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ കുറച്ച് പ്രോഡക്ട്സ് എല്ലാം മീഷോയിൽ നല്ല റേറ്റിംഗും അതുപോലെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളതുമായിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. സോ ഞാൻ വെച്ച് വന്നാൽ നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് ഇത്രയും പേര് വാങ്ങിക്കാനുള്ള റീസൺ എന്ന്. സോ ഒട്ടും ലേറ്റ് ആക്കാൻ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നോക്കാം. ഡീടാംഗ്ലിംഗ് ഹെയർ കോംബ് ബ്രഷ് ആണ് കേട്ടോ. അപ്പോൾ വുമൻ, മെൻ ആൻഡ് കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ഇതിന്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 179 റുപ്പീസിനാണ്. അപ്പൊ അതിന്റെ പ്രൈസ് 159 എന്തോ ആണെന്ന് തോന്നുന്നു. സോ ഇതാണ് ആ ഒരു ഡീടാംഗ്ലിംഗ് ഹെയർ കോംബ് ബ്രഷ് എന്ന് പറയുന്നത്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ചെറുതാണ്, അപ്പൊ ഹാൻഡിയാണ്. നമുക്കിത് കൊണ്ട് നടക്കാനൊക്കെ ഈസിയാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാനും പറ്റും. സോ ഇങ്ങനെയാണ് കോംബ് വരുന്നത്. കോമ്പിന്റെ ബ്രഷ് എന്നൊക്കെ പറയുമ്പോൾ ബ്രഷിന്റെ സൈസ് ചിലത് വലുതും ചെറുതൊക്കെ ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ്. സോ നമുക്കിത് എൻ്റെ അങ്ങനെ വലിയ ഹാൻഡിൽസ് ഒന്നും ഇല്ല. സോ നമുക്കിത് കോംബ് ചെയ്യുന്ന സമയത്ത് കോംബ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. പക്ഷെ ഇതിന്റെ ബ്രിസിൽസ് കുറച്ചുകൂടി സോഫ്റ്റ് ആവാന്ന് എനിക്ക് തോന്നിട്ടോ. നമ്മൾ സ്കാൽപ്പിലാക്കുന്ന സമയത്ത് ഇച്ചിരി നമുക്ക് ആ ഒരു കുത്തുന്ന ഫീൽ അറിയുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രൈസിന് ഈ ഒരു കോംബ് ഇറ്റ്സ് റിയലി ഗുഡ്. നമുക്ക് ഇങ്ങനെ ഇത് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഡീടാംഗ്ലിംഗ് ബ്രഷ് എന്ന് പറയുന്നത്. നല്ല സുഖമാണ്, നമുക്ക് യൂസ് ചെയ്യാനും സുഖമുണ്ട്. കണ്ടോ, ക്യാപ്പ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇത്ര ഹാൻഡി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇപ്പോൾ നമ്മൾ പറയും നമ്മുടെ ഹെയർ കെയറിന് ഭയങ്കര ബ്രേക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കിടക്കുന്ന പില്ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ആ പില്ലോ കവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സിൽക്ക് പില്ലോ കവർ യൂസ് ചെയ്യണം, സാറ്റൻ പില്ലോ കവർ യൂസ് ചെയ്യണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയെടുത്തെല്ലാം അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ തന്നെ ആയിരുന്നു. ഞാൻ മീഷോയിൽ ജസ്റ്റ് നോക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു കളറിൽ, നല്ല പേർപ്പിൾ കളറിലുള്ള, പർപ്പിൾ അല്ല ഒരു ലാവൻഡർ കളറിൽ ഒരു സിൽക്ക് പില്ലോ കവേഴ്സ് ഫോർ ഹെയർ ആൻഡ് സ്കിൻ വിത്ത് സാറ്റിൻ സ്ക്രഞ്ചീസ് ഉണ്ട് ഇതിൽ പില്ലോ കവർ. ആൻഡ് ഇതിൽ ഓൾസോ കളർ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ കളർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ റേറ്റും വ്യത്യാസം വരുന്നുണ്ട്. സ്ക്രഞ്ചീസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പം രണ്ട് സെയിം കളർ സ്ക്രഞ്ചീസ് ആണ് വരുന്നത്. ഈ രണ്ടെണ്ണം സെയിം കളറാണ്. ഇത് ആ ലാവൻഡർ കളറാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്ക്രഞ്ചീസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതാണ് നമ്മുടെ പില്ലോ കവർ എന്ന് പറയുന്നത്. ഇത് കിട്ടിയിട്ടുള്ളത് 176 റുപ്പീസിനാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പില്ലോ കവറാണ്. ആൻഡ് നല്ല സോഫ്റ്റ് ആണ്. എനിക്കറിയാലോ, സാറ്റൻ അല്ലെങ്കിൽ സിൽക്ക് പില്ലോ കേസ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സോഫ്റ്റ് ആയിരിക്കും. ക്വാളിറ്റിയും അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പില്ലോ കവർ എന്ന് പറയുന്നത്. 2 കവർ കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സെറ്റ് ഓഫ് 2 ടീഷർട്ട്സ് ആണ്. പ്രിന്റഡ് ഓവർ സൈസ് വുമൻസ് ടീഷർട്ട് ആണ്. സെറ്റ് ഓഫ് 2 ആണ് വരുന്നത്. സെറ്റ് ഓഫ് 2 എനിക്ക് കിട്ടിയുള്ള 302 റുപ്പീസിനാണ്. ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ഇതിൽ അവർ കൊടുത്തിട്ടുള്ള സൈസ് ചാർട്ട് അക്കോർഡിംഗ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു നൈസ് ക്ലോത്ത് ആണ്. നൈസ് ക്ലോത്ത് ഇൻ ദ സെൻസ്, നൈസ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നോക്കി സീത്രൂ ആണ്. സീത്രൂ അല്ല, ബട്ട് സ്റ്റിൽ ഭയങ്കര കട്ടിയുള്ള ഒരു ക്ലോത്ത് അല്ല. കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ ഇങ്ങനെ ബേബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടീഷർട്ട്. ലെങ്ത് അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ സൈസ് ചാർട്ട് നോക്കിയിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് സൈസ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ടീഷർട്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റിൽ ഗ്രീൻ പ്രിന്റ് വരുന്നതാണ്. ഇത് കുറച്ചൊരു സീത്രൂ ആയിരിക്കും കേട്ടോ. നമ്മൾ കുറച്ച് കാണുന്ന രീതിയിലുള്ള ഒരു ടീഷർട്ടാണ്. കുഴപ്പമില്ല. ഇതിന്റെ നെക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല കേറിയിട്ടുള്ള നെക്കാണ്. കോളേജ് ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വലിയൊരു ടീഷർട്ടാണിത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ഓർഗനൈസിങ് സെറ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്വല്ലറി ഓർഗനൈസർ ആണ്. സോ ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചേക്കാണ്. നമുക്കിങ്ങനെ 3 തട്ടായിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് വരുന്നത്. സൈഡിൽ ഇങ്ങനെ ക്ലിപ്പിംഗ് ഉണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ മേലെ ഇങ്ങനെ ഒരു പിടി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല അത്യാവശ്യം നമുക്ക് സ്റ്റോറേജിനായിട്ട് നല്ല കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ
ഇത് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം. ഇങ്ങനത്തെ കുറേ എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ വെക്കാൻ പറ്റുന്നതിലും കൂടുതൽ എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സെന്ററിൽ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഈ സെന്റർ ഇത് നമുക്ക് ഡിറ്റാച്ചബിൾ അല്ല, അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പക്ഷെ അതിന്റെ ഇടയിലുള്ള ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്ക് ഡിറ്റാച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണ്ടപ്പോൾ ഇങ്ങോട്ട് വെക്കാം. കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല, സെയിം സംഭവം തന്നെയാണ്. ഇയറിങ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ജ്വല്ലറി ഒക്കെ വെക്കാനായിട്ടും നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് എനിക്ക് തോന്നി. ഇതാണ് നമ്മുടെ ജ്വല്ലറി ബോക്സ് എന്ന് പറയുന്നത്. ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒക്കെ ഉണ്ട്, കളേഴ്സ് അവൈലബിൾ ഉണ്ട്. അപ്പൊ അതിനും കുറച്ച് പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് മേടിക്കുക. അത് എനിക്ക് കിട്ടിയിട്ടുള്ളത് 148 റുപ്പീസിനാണ്. 148 റുപ്പീസിന് ഇതൊരു നല്ല ഡീലാണ്. നല്ല സ്റ്റോറേജ് ബോക്സ് ആണ്, നല്ല സ്ട്രോങ് ആണ്, സ്റ്റേഡി ആണ്, അടിപൊളിയായിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ഇതാണ് പാക്ക് ഓഫ് 12 സ്ക്രഞ്ചീസ് ആണ്. ഡിഫറെന്റ് കളേഴ്സിലുള്ള 12 സ്ക്രഞ്ചീസിന്റെ ഒരു സെറ്റാണ് വന്നിട്ടുള്ളത്. സിൽക്ക് സ്ക്രഞ്ചീസ് ആണ്, നല്ല ഇലാസ്റ്റിക് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 113 റുപ്പീസിനാണ്. അതായത് നമ്മൾ ഓൺലൈൻ പേ ചെയ്യുമ്പോഴുള്ള ആ ഒരു റേറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ശരിക്കും 126 എന്തോ ആണ്. 130 റുപ്പീസിനാണ് ഈ ഒരു പാക്ക് ഓഫ് 12 സിൽക്ക് സ്ക്രഞ്ചീസ് വന്നിട്ടുള്ളത്. ആൻഡ് the biggest package in this Meesho haul. ഈ ഒരു ബെഡ്ഷീറ്റ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ്. 5 പീസ് സെറ്റ് ആണ്. ബെഡ്ഷീറ്റിന്റെ 5 പീസ് സെറ്റ് ആണ്. പല സെല്ലേഴ്സിനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാട് പേരാണ്. 20,000-30,000 മേലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. പില്ലോ കവർ എന്ന് പറയുന്നത്, പില്ലോ കവറിൽ നമുക്ക് ഇങ്ങനെ ചെറിയ കുഷ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ സിബ് ഉണ്ട്. പില്ലോ കവറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നല്ലൊരു സ്പോഞ്ചി കൈൻഡ് ഓഫ് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് പില്ലോ കവർ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് കുറച്ച് വലുതാണ്. വലിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. അതിന്റെ കൂടെ ഇങ്ങനെ 2 ചെറിയ പില്ലോയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു ഭംഗിക്ക് വെക്കാം, അല്ലാതെ അല്ലെങ്കിൽ കയ്യിനൊക്കെ സപ്പോർട്ടിനോ അങ്ങനെ എന്തെങ്കിലും വെക്കാതെ ഉള്ളൂ ഈ ഒരു 2 ചെറിയ പില്ലോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 520 റുപ്പീസോ 540 റുപ്പീസോ എന്തോ ആണ്. അപ്പൊ ആ ഒരു പ്രൈസിന് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു സെറ്റ് ആണിത്. മെറ്റീരിയൽ വന്നിട്ട് ഗ്ലേസ് കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. പ്രോഡക്ട്സിന്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ മീഷോ ഹോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോൾ ഇട്ട സമയത്ത് മീഷോ ഹോളിന് ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മീഷോ ഹോൾ ചെയ്തേക്കാന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീഷോ ഹോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം പല സെല്ലേഴ്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ റിവ്യൂസ് നോക്കിയിട്ട് സെല്ലേഴ്സ് സെലക്ട് ചെയ്തിട്ടൊക്കെ ചൂസ് ചെയ്യുക. കുറേ സെല്ലേഴ്സിൽ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇത് സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ മീഷോയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടും, ചിലപ്പോൾ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ് കിട്ടും. അത്രയുള്ള നമ്മുടെ ഇന്നത്തെ മീഷോ ഹോൾ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.